നമസ്കാരം. ഡോക്ടർ ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വളരെ വിചിത്രമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ശശി തരൂർ കോൺഗ്രസിൻ്റെ ലോക്സഭാ അംഗമാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലുണ്ടോ എന്നുള്ള സംശയമൊക്കെ അദ്ദേഹത്തെ കളിയായിക്കൊണ്ട് പലപ്പോഴും സ്വന്തം പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ പറയാറുണ്ട്. ശശി തരൂർ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് അനുകൂലമാണ് എന്നും ഇത് കോൺഗ്രസ് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളും ധാരാളമായി പല ഘട്ടങ്ങളിലും ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര അഭിമതനല്ല, ഒരു പരിധിവരെ അനഭിമതൻ കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ ശശി തരൂരിന് ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയോ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെയോ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂർ കൃത്യമായി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ശശി തരൂറിനെതിരെ ശക്തമായ വിമർശനവുമായി കോൺഗ്രസിൻ്റെ നേതാവ് പവൻ ഖേര ഉൾപ്പെടെയുള്ള പലരും രംഗത്തെത്തിയിരുന്നു. ഇതിന് ശശി തരൂരിന് കൃത്യമായ ഒരു മറുപടി ഉണ്ട്. മാന്യമായി തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. തരൂർ പറഞ്ഞത്, എന്നെ ക്ഷണിച്ചത് ഞാൻ സ്വീകരിച്ചു, ഒരു വിദേശ രാഷ്ട്രത്തലവൻ വരുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ പോകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി മാന്യത പുലർത്തണം എന്നുള്ള നിർദ്ദേശവും തരൂർ മുന്നോട്ട് വെച്ചിരുന്നു. അതല്ലാതെ ഏകപക്ഷീയമായി ഞാനങ്ങ് പോകും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ശശി തരൂർ പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. വളരെ വലിയൊരു പദവിയാണ് അദ്ദേഹം വഹിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു പദവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പുടിനെ ഉള്ള അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചത്. ആ ക്ഷണം സ്വീകരിക്കേണ്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കടമ കൂടിയാണ്. കാരണം പാർലമെൻറ്റിലെ വിവിധ പാർട്ടികളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. പുടിനെ പോലെയുള്ള ഒരു പ്രമുഖനായ രാഷ്ട്രത്തലവൻ എത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ പോകേണ്ട അദ്ദേഹത്തിൻ്റെ കടമ തന്നെയാണ്. നേരത്തെയും ശശി തരൂർ പലപ്പോഴും ഈ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. കുറേ നാൾ മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിവാദമായിരുന്നു. നെഹ്റു കുടുംബം ഈ പാർട്ടി കൈയടക്കി വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ ശരിക്കും വെട്ടിലാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധികളെ അയച്ചിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ, അതായത് റഷ്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയുള്ള സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂരായിരുന്നു. പല രാജ്യങ്ങളിലും അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ ശശി തരൂരിൻ്റെ സാന്നിധ്യം ഏറെ സഹായകരമായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം അദ്ദേഹം ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവിയിലിരുന്ന ആളാണ് എന്നുള്ള നിലയിലും ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് എല്ലാ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രങ്ങളിലേക്ക് തന്നെ രാഷ്ട്രത്തലവന്മാരെ നേരിട്ട് കാണാനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കാനും ഒക്കെ തരൂരിന് കഴിഞ്ഞിരുന്നു. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തനായ അല്ലെങ്കിൽ ഒരു വിശ്വപൗരൻ എന്ന് പറയാവുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ലോക നേതാക്കളുമായി ബന്ധം പുലർത്താനും ആശയവിനിമയം നടത്താനും ഒക്കെ മറ്റേത് ഇന്ത്യയിലെ നേതാവിനേക്കാളും എളുപ്പമാണ് എന്നുള്ള വസ്തുതയോടെ കണ്ടുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഈ ഒരു സുപ്രധാന ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ ഇത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. അദ്ദേഹം വിദേശത്ത് നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്ന രീതിയിലായിരുന്നു എന്നൊക്കെ അന്ന് വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ തരൂർ പറഞ്ഞത്, ഇത്തരം ഒരു അവസരത്തിൽ, അതായത് രാജ്യം വളരെ സുപ്രധാനമായ ഒരു സൈനിക നീക്കം നടത്തിയ ഒരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്താൻ താനില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ എന്നുള്ളതല്ല, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ അവിടെ ഭരിക്കുന്നത്. ആ സർക്കാരെടുത്ത വളരെ നിർണായകമായ തീരുമാനത്തെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾക്ക് വിശദീകരിക്കാനാണ് താൻ പോയതെന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് ശരിയുമാണ്. പക്ഷേ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ആരോപിക്കുന്നത് ശശി തരൂർ കോൺഗ്രസ് നേതാവല്ല, BJPയുടെ വക്താവായി അങ്ങ് പ്രവർത്തിച്ചാൽ പോരെ എന്നൊക്കെയായിരുന്നു. എങ്കിൽ പോലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു സ്പേസ് തന്നെയാണ് ഇതിനൊക്കെ അദ്ദേഹത്തിന് വഴിയൊരുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ശശി തരൂരിൻ്റെ അത്തരം കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ കൂടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇതിനെല്ലാം വേണ്ടി നിയോഗിക്കുന്നത് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വസ്തുത നോക്കുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ്സാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉള്ള ഒരു അത്താഴ വിരുന്നിൽ ശശി തരൂർ പങ്കെടുക്കുന്നത് ഏറ്റവും ഉചിതമായൊരു കാര്യമായിരിക്കും. കാരണം വലിയ തോതിലുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സന്ദർശനമാണ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനം. അവിടെ ശശി തരൂരിനെ പോലെയുള്ള ഒരു വിശ്വപൗരൻ്റെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി അവിടെ ഉള്ളപ്പോൾ ശശി തരൂരിനെ ഇന്ത്യയുടെ നിലപാടുകൾ കൂടുതൽ ഒരുപക്ഷെ പുടിനുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായും ഈ ഒരു അത്താഴ വിരുന്ന് മാറിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ശശി തരൂർ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്, പ്രവർത്തക സമിതി അംഗമാണ്. അങ്ങനെയുള്ള ഒരാൾ നിരന്തരമായി മോദി ക്യാമ്പുമായി എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധം പുലർത്തുന്നത് എന്നാണ്. എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കട്ടെ എന്നുള്ള നിലപാടിലാണ് ശശി തരൂർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകൾ, എല്ലാ കാലത്തും അദ്ദേഹത്തിന് സ്വന്തം നിലപാടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു വലിയ രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സ്വന്തം അഭിപ്രായമുള്ള ഒരാളാണ്. എല്ലാത്തിനും കോൺഗ്രസിൻ്റെ അഭിപ്രായം മാത്രമല്ല അദ്ദേഹം പിന്തുടരുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിക്കാത്തത് ഈ രാഹുൽ ഗാന്ധി നിരന്തരമായി വിദേശ രാജ്യങ്ങളിലെത്തി അവിടുത്തെ വേദികളിലൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസംഗം നടത്തുന്ന ഒരാളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഈ ചടങ്ങിലേക്ക് വിളിക്കാത്തതും എന്നും അവർ വിശദീകരിക്കുന്നുണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏത് അന്താരാഷ്ട്ര വേദിയിൽ പോയാലും അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നാണ് പല BJP നേതാക്കളും അടക്കം പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വരും മാസങ്ങളിലൊക്കെ തന്നെ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത വർഷമൊക്കെ തന്നെ ഇതിൻ്റെ ചില സൂചനകൾ ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്.